നമസ്കാരം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കാത്തിരിക്കുന്ന സംസ്ഥാന രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ സജീവ ചർച്ച സുനിൽ കനകോലു എന്ന തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ്റെ റിപ്പോർട്ട് തന്നെയാണ്. കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കുന്നതിൽ ഏറെ നിർണായകമായ പങ്കുവഹിച്ച കനകോലുവിനെ ഈ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായിട്ടുള്ള CPM അതീവ ജാഗ്രതയോടെയാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത്. അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളെ പ്രതിരോധിക്കാൻ CPM നിരന്തരം ശ്രമിക്കുകയും രാഷ്ട്രീയമായി തന്നെ അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പോളിംഗ് അവസാനിച്ചതോടെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് കനകോലുവിൻ്റെ ടീം തയ്യാറാക്കിയ ഗ്രൗണ്ട് റിപ്പോർട്ടിലേക്കാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ വോട്ടെടുപ്പ് പൂർത്തിയാകുന്നത് വരെ ഓരോ മണ്ഡലത്തിലും സൂക്ഷ്മമായിട്ടുള്ള പരിശോധനകൾ നടത്തിയ ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ടീം ഈ നിഗമനങ്ങളിലൊക്കെ തന്നെ എത്തിയിരിക്കുന്നത്. മാന്യമായ രീതിയിലുള്ള ഭൂരിപക്ഷത്തോടുകൂടി UDF കേരളത്തിൽ അധികാരത്തിൽ എത്തുമെന്നാണ് കനകോലു തൻ്റെ റിപ്പോർട്ടിലൂടെ പ്രധാനമായിട്ടും ഉള്ളടക്കം ചെയ്യുന്നത്. UDF നേതൃത്വം അവകാശപ്പെടുന്നത് പോലെ 100-ലധികം സീറ്റുകൾ ലഭിച്ചില്ലെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ 82 മുതൽ 85 സീറ്റുകൾ വരെ നേടി പ്രതിപക്ഷം ഭരണം പിടിക്കുമെന്നാണ് വിലയിരുത്തൽ. വലിയ തോതിലുള്ള അടിയൊഴുക്കുകൾ അവസാന നിമിഷം സംഭവിച്ചിട്ടില്ലെങ്കിൽ ഈ കണക്കുകൾ കൃത്യമായിരിക്കുമെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഭരണവിരുദ്ധ വികാരം പ്രകടമായി കാണാനില്ലെങ്കിലും 10 വർഷം തുടർച്ചയായിട്ട് ഭരിച്ച പിണറായി വിജയൻ സർക്കാരിൻ്റെ മുഖം ഇനിയും അംഗീകരിക്കാനായിട്ട് ജനങ്ങൾ തയ്യാറല്ല എന്ന മാറ്റത്തിന് വേണ്ടിയുള്ള വാശി അത് വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നും കനകോലുവിടെ നിരീക്ഷിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ LDFന് തിരിച്ചടിയായ പ്രധാന ഘടകങ്ങളിലൊന്ന് അത് മുഖ്യമന്ത്രി കേന്ദ്രീകരിച്ച് നടത്തിയ അമിതമായിട്ടുള്ള പ്രചരണങ്ങളാണെന്ന് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. കേരളത്തിൻ്റെ തെരുവുകൾ മുഴുവൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വമ്പൻ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചത് ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കി. ഒരു ജനാധിപത്യ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ലാത്ത ഒരു വലിയ ദൂർത്തായിട്ട് ഇതിനെ കണക്കാക്കിയതായിട്ടാണ് ഇവിടെ കനകോലുവിൻ്റെ സംഘം വിലയിരുത്തുന്നത്. ഇതോടൊപ്പം തന്നെ സിറ്റിംഗ് MLA-മാർക്കെതിരെ കാര്യമായിട്ടുള്ള എതിർപ്പുകൾ ഇല്ലാതിരുന്നിട്ടും സർക്കാരിൻ്റെ പൊതുവായ പ്രതിച്ഛായയിലുണ്ടായ മങ്ങൽ UDFന് അനുകൂലമായ സാഹചര്യമൊരുക്കി. ജില്ല തിരിച്ചുള്ള കണക്കുകളിൽ മലബാറിൽ UDFന് വൻ മുന്നേറ്റമാണ് റിപ്പോർട്ട് പ്രവചിക്കുന്നത്. മലപ്പുറത്തെ 16 സീറ്റുകളും UDF തൂത്തുവാരുമെന്നും കോഴിക്കോട് ജില്ലയിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് 8 മുതൽ 10 സീറ്റുകൾ വരെ നേടി വലിയ കക്ഷിയായിട്ട് UDF മാറുമെന്നും കനകോലു ഇവിടെ കണക്ക് കൂട്ടുന്നു. കണ്ണൂരിൽ 5 സീറ്റുകൾ വരെ ലഭിക്കാനിടയുണ്ട്. വയനാട്ടിലെ 3 സീറ്റുകളിലും വിജയമുറപ്പിക്കുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ മുസ്ലിം ലീഗ് മത്സരിച്ച 2 സീറ്റുകളിലും വിജയം കാണും. മധ്യ കേരളത്തിൽ എറണാകുളത്ത് മുഹമ്മദ് ഷിയാസും തൃപ്പൂണിത്തുറയിൽ ദീപക് ജോയിയും കടുത്ത വെല്ലുവിളികൾ നേരിട്ടെങ്കിലും ജില്ലയിൽ ആകെ 12 സീറ്റുകൾ വരെ UDFന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പാലക്കാട് ജില്ലയിൽ തൃത്താല, പട്ടാമ്പി, മണ്ണാർക്കാട്, പാലക്കാട്, ചിറ്റൂർ എന്നീ 5 സീറ്റുകളിൽ വിജയം പ്രവചിക്കപ്പെടുന്നു. ദക്ഷിണ കേരളത്തിലും UDF തരംഗം പ്രകടമാണെന്നാണ് റിപ്പോർട്ടിലെ സൂചനകൾ. തൃശ്ശൂരിൽ നിലവിലുള്ള സീറ്റിന് പുറമെയായിട്ട് 5 സീറ്റുകൾ കൂടി നേടി 6 സീറ്റുകളിലേക്ക് മുന്നണി എത്തും. കോട്ടയത്ത് 6ഉം ഇടുക്കിയിൽ 3ഉം പത്തനംതിട്ടയിൽ 4ഉം കൊല്ലത്ത് 6 സീറ്റുകൾ വരെ വീതം UDFന് ലഭിക്കുമെന്ന് ഉറപ്പിക്കുന്നു. തലസ്ഥാന ജില്ലയായിട്ടുള്ള തിരുവനന്തപുരത്ത് 7 സീറ്റുകൾ വരെ നേടി UDF അപ്രതീക്ഷിത കുതിപ്പ് നടത്തും. നഗരമേഖലകളിൽ പോലും ജനങ്ങൾ മാറ്റത്തിനായിട്ട് വോട്ട് ചെയ്തുവെന്നാണ് ഇപ്പോൾ ഈ നടത്തിയിരിക്കുന്ന പരിശോധനയിൽ തന്നെ കൃത്യമായിട്ട് തെളിയുന്നത്. സന്ദീപ് വാര്യർ, ഫാത്തിമ തഹ്ലിയ, അതോടൊപ്പം തന്നെ PV അൻവർ എന്നിവർ മത്സരിച്ച ഇടങ്ങളിൽ വൻ വെല്ലുവിളികൾ നേരിട്ടതായിട്ടും റിപ്പോർട്ടിലുണ്ട്. CPMൽ നിന്ന് പുറത്തു വന്ന TK ഗോവിന്ദൻ തളിപ്പുറം, അതോടൊപ്പം തന്നെ G സുധാകരൻ അമ്പലപ്പുഴ വലിയ രീതിയിലുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന് കനകോലു ടീം ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. വോട്ട് മറിക്കൽ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ആശങ്കകളും റിപ്പോർട്ട് കൃത്യമായി പങ്കുവയ്ക്കുന്നുണ്ട്. BJP തങ്ങളുടെ വോട്ടുകൾ CPMന് മറിച്ചു നൽകി UDFനെ തടയാനായിട്ട് ശ്രമിക്കുമോ എന്നതായിരുന്നു പ്രധാന ഭയം. എന്നാൽ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോഴുള്ള പ്രാഥമിക വിലയിരുത്തലിൽ അത്തരം ഡീലുകൾക്ക് സാധ്യത കുറവാണെന്നാണ് കണ്ടെത്തൽ. 6000-ഓളം വോട്ടുകൾ കുറഞ്ഞത് 4% BJP വോട്ട് മറിച്ചാൽ മാത്രമേ UDF വിജയത്തെ ബാധിക്കുകയുള്ളൂ. എങ്കിലും ചുരുങ്ങിയത് 82 സീറ്റുകളോടെ UDF അധികാരത്തിൽ തിരിച്ചെത്തുമെന്നതിൽ ഇവിടെ സുനിൽ കനകോലുവിൻ്റെ സംഘത്തിന് വലിയ സംശയമില്ല.